കുറച്ച് സ്ട്രോങ് ഹാർട്ടഡ് ആൾക്കാർക്കൊക്കെ ചില സീൻസ് കാണാൻ പറ്റുള്ളൂ. ബട്ട് സെക്കൻഡ് ഹാഫ് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സിനിമ. അടിപൊളി. ടോവിനോ ഭയങ്കര അടിപൊളി അഭിനയമായിരുന്നു. അവസാനമൊക്കെ കത്തി കയറും. ഇതിലും മികച്ചൊരു കഥാപാത്രം അടുത്ത കാലത്തൊന്നും ഒരു ക്യാരക്ടർ ഒരാൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ആ ബിജിഎമ്മും ആ ഒരു ട്രൈബൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് മനസ്സിലിങ്ങനെ നിൽക്കുന്നത്. ക്ലൈമാക്സ് ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട് സിനിമ. നല്ല സിനിമ, അടിപൊളി സിനിമയായിരുന്നു. സെക്കൻഡ് ടോവിനോ അഭിനയം അടിപൊളിയായിരുന്നു. അടിപൊളി സിനിമ. ആ സെക്കൻഡ് ഹാഫ് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സിനിമ. അടിപൊളി. ബ്രോ വളരെ നല്ല സിനിമയായിരുന്നു ബ്രോ. എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാര്യം പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ടോവിനോയുടെ പെർഫോമൻസ് തന്നെയാണ്. കാര്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് പുള്ളിയുടെ ഇമോഷനൊക്കെ ആൾക്കാരിലോട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലപോലെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല കിടില മേക്കിംഗ് ആയിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് BGM ആണ്. ജെക്സ് വിജയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കര അടിപൊളിയായിരുന്നു. കാര്യം നമുക്ക് ഓരോ സീൻ ബൈ സീൻ എല്ലാ സീൻസിനെയും എൻഗേജ് ചെയ്യുന്നതും അതേപോലെ എലിവേറ്റ് ചെയ്യുന്നതും ജെക്സ് വിജയുടെ BGM ആയിട്ട് തോന്നി. എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ആ BGMും ആ ഒരു ട്രൈബൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് മനസ്സിലിങ്ങനെ നിൽക്കുന്നത്. നല്ല മേക്കിംഗ് ആയിരുന്നു, നല്ല സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. അതിനെക്കാട്ടിലും ഉപരി ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയണ്ട പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ 2003 നടന്ന സംഭവം, പ്രത്യേകിച്ച് എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അതെന്താണ് വിഷയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രമേ അറിയാവൂ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. എന്താണ് അതിൻ്റെ നടന്നത്, ആ കേസ് എന്താണ്, ആ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. അത് ഈ സിനിമയിലൂടെ നമുക്കത് മനസ്സിലാവാൻ പറ്റിയിട്ടുണ്ട്. ഒരു നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ടു. സൊസൈറ്റിയിലെ ഒരു നല്ല കാര്യം പുറത്തോട്ട് കൊണ്ടുവന്നു, നല്ല മെസ്സേജ് ഉണ്ട്. നല്ല മേക്കിംഗ് നല്ല കൊള്ളാം. ലൈക്ക് നല്ല കുറച്ച് ടോവിനോ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു. ആൻഡ് ലൈക്ക് ഇനീഷ്യലി വി തോട്ട് ലൈക്ക് ലവ് സ്റ്റോറി ടൈപ്പ് ആയിരിക്കും. ബട്ട് ഇവൻച്വലി ലൈക്ക് ഇറ്റ് വാസ് എ നൈസ് സ്റ്റോറി. ഫുൾ മേക്കിംഗ് എല്ലാം നല്ല സ്റ്റോറി. പിന്നെ കുറച്ച് വയലൻസ് ഉണ്ട്, ബട്ട് മ്യൂസിക് കൊള്ളാം. BGM മ്യൂസിക് അതെല്ലാം കൊള്ളാം. നല്ല മസ്റ്റ് വാച്ച് ചെയ്യാം. തിയേറ്ററിൽ തന്നെ കാണണം. ഐ ഡോണ്ട് തിങ്ക് വീട്ടിൽ കാണുമ്പോഴത്തേക്ക് ആ ഒരു ഫീൽ വരും. ഇല്ല, എനിക്ക് തോന്നുന്നില്ല പക്കായിട്ട് റീക്രിയേറ്റ് ചെയ്ത്. ഐ തിങ്ക് ഇവരെ പെർസ്പെക്റ്റീവാണ് കാണിച്ചെന്ന് തോന്നുന്നു മൂവിയിൽ. സോ ആക്ച്വലി അത് നല്ല വയലൻസ് ആയിരുന്നു. അപ്പം ലൈക്ക് കുറച്ച് സ്ട്രോങ് ഹാർട്ടഡ് ആൾക്കാർക്കൊക്കെ ചില സീൻസ് കാണാൻ പറ്റുള്ളൂ. ബട്ട് റിയലി നൈസ്. നല്ല സിനിമയായിരുന്നു. ടോവിനോ നന്നായിട്ട് അഭിനയിച്ചു. നമ്മൾ കുറേ നാൾക്ക് ശേഷം ടോവിനോനെ ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കണ്ടത് ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ലതാണ്. ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് ഇനി അഭിനയിക്കും. നല്ല സിനിമ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് കഥയായാലും മേക്കിംഗ് ആയാലും മ്യൂസിക് ആയാലും നല്ല രീതിയിൽ സിനിമ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട് സിനിമ. കഥ എങ്ങനെയാണ് തുടങ്ങുന്നത് അതിനനുസരിച്ച് തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ആ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ നല്ല രീതിയിൽ അതിനെ ചർച്ച ചെയ്തിട്ടുണ്ട് സിനിമയിൽ തന്നെ. നല്ല രീതിയിൽ അവരെടുത്തിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട്. ടോവിനോയുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ. അടിപൊളി പടം. അവസാനമൊക്കെ കത്തി കയറും. അടിപൊളി പടം, അടിപൊളിയാണ്. മൊത്തത്തിൽ എല്ലാം കണക്ട് ആവുന്നുണ്ട്. സെറ്റ്. അതിനുള്ള ഉണ്ട്, കുഴപ്പമില്ല. അടിപൊളി പടം, കൊള്ളാം. എല്ലാം നല്ല മൂവി. ടോവിനോ ഭയങ്കര അടിപൊളി അഭിനയമായിരുന്നു. നല്ലതാണ്. എല്ലാം നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് ഭയങ്കര നല്ലതായിരുന്നു. ക്ലൈമാക്സ് ആണ് പടത്തിന്റെ സൂപ്പർ. എല്ലാം ഇമോഷണൽ പടമാണ്. സൂപ്പർ. കുറച്ച് ഇമോഷണൽ മൂവി ആയിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. ഇമോഷണൽ കണ്ടോ, നല്ല മൂവി. അടിപൊളിയായിരുന്നു. ഓവറോൾ ഒരു നല്ലൊരു ഇമോഷണൽ മൂവി ആയിരുന്നു. വളരെ മികച്ച രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല ഓരോ സ്ക്രീനായാലും സ്ക്രീൻ ബൈ സ്ക്രീൻ വളരെ മികച്ച രീതിയിൽ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കഥയും ആ സംവിധായകൻ്റെ ധൈര്യമാണ്. കാരണം വെച്ചാൽ ഒരു സർക്കാരിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വസ്തുതകൾ നിരത്തിക്കൊണ്ട് പടം എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ചെറിയ ധൈര്യമൊന്നും പോരാ. അപ്പോൾ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അവർ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കൂടാതെ അഭിനയവും നമ്മുടെ ടോവിനോ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കാരിനെ തന്നെ എത്രമാത്രം ബാധിച്ച ഒരു കാര്യമാണെന്ന്. അപ്പോൾ ആ കാര്യങ്ങൾ ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ചരിത്രത്തെ അങ്ങനെ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ധൈര്യം പോരാ ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് ടെക്നിക്കലി സൂപ്പറാണ്. ടെക്നിക്കലി എല്ലാ വിഭാഗത്തിലും ആ ഡയറക്ഷനും ഓരോ സ്ക്രീൻ ബൈ സ്ക്രീൻ പറഞ്ഞാലും വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കലാപത്തിനെ പുനഃസൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ള വലിയ കാര്യം. എല്ലാം സൂപ്പറാണ്. മൊത്തത്തിൽ ഒരു പാക്ക്ഡ് സാറ്റിസ്ഫാക്ഷൻ ചേർന്നൊരു പാക്ക്ഡ് മികച്ചൊരു കഥാപാത്രം അടുത്ത കാലത്തൊന്നും ഒരാൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു.
ടോവിനോ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറായിട്ട് ജീവിക്കുവാണോ? അതെ അതെ തീർച്ചയായും. അല്ല അത് ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്കറിയാമല്ലോ കൃത്യമായിട്ട്. ഓക്കെ താങ്ക് യു.